الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അർഹമുർ റഹീമീനായ അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമേ ഏവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ജീവിക്കുവാനുള്ള എല്ലാ തൗഫീഖും ആഫിയത്തും നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഇഹലോക ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഈ ലോകത്ത് പലതും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതില് സന്തോഷമുള്ളതുണ്ടാകും, നമുക്ക് പ്രയാസമുള്ളതൊക്കെയും ഉണ്ടാകും. എന്ത് പ്രയാസമുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു സന്തോഷം, ഒരു സമാധാനം, ഒരു സ്വസ്ഥത അതുണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആരാണത് തരുന്നത്? നമുക്കറിയാം, റഹ്മാനായ നാഥൻ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യവും തരാൻ അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി ചോദിക്കുന്നുണ്ടോ, ചോദിച്ചിട്ടുണ്ടോ? ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. റസൂലിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. 5 കാര്യങ്ങള് അള്ളാന്റെ റസൂൽ ചോദിക്കുകയാണ് അതിലൂടെ. ഒന്നാമത്തേത്, അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. അല്ലാഹുവേ, എന്റെ ഇഹപര രക്ഷാ കവചമായ
എന്റെ മതകാര്യത്തെ നീ എനിക്ക് നന്നാക്കി തരേണമെന്നാണ്. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി, പടച്ചവനെ എന്റെ മതം എനിക്ക് നീ നന്നാക്കി തരേണമേ. അല്ലദീ ഹുവ ഇസ്മത്തു അംരി, അത് എന്റെ എല്ലാ കാര്യത്തിന്റെയും രക്ഷാ കവചമാണ്. അള്ളാഹുവിനോട് ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മതാണല്ലോ നമ്മുടെ മുമ്പിൽ. നമുക്ക് എല്ലാറ്റിനും ഒരു കവചമായിട്ട് നിൽക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു നെറുകേട്, ഒരു തെറ്റ്, കുറ്റങ്ങൾ ചെയ്യാൻ നമുക്ക് അവസരമുണ്ടാകുമ്പോ അതിൽ നിന്നും മാറി നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ മതമാണ്. അള്ളാഹുവിന്റെ നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുവാൻ നമ്മുടെ മുമ്പിലുണ്ടാകുന്നത് നമ്മുടെ മതമാണ്. അതുകൊണ്ട് തന്നെയാണ് മതം എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് അവന്റെ രക്ഷാ കവചമാണ്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും നമ്മുടെ ഈ മനസ്സ് മാറാം. ഏത് ഭക്തന്റെയും മനസ്സ് മാറിപ്പോവാം. അതുകൊണ്ട് മതം മുറുകെ പിടിച്ചു പോവേണ്ട ആവശ്യകതയുണ്ട്. റസൂലിന്റെ മറ്റൊരു പ്രാർത്ഥന നമ്മൾ എത്രയോ കേട്ടതാ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥാ, എന്റെ മനസ്സിനെ നിന്റെ മതത്തിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ. അല്ലേ? അപ്പൊ അത് മാറും. ഏത് മനുഷ്യന്റെ മനസ്സും സാഹചര്യങ്ങളൊക്കെ അതിനൊക്കെ അടിമപ്പെടുമ്പോ, ആഗ്രഹങ്ങൾക്ക് അടിമപ്പെടുമ്പോ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥനാ വേളകളിൽ ഇത് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ശിർക്കിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന് സംരക്ഷണം കിട്ടണം. നമുക്ക് ഇന്ന് ശിർക്ക് പല രൂപത്തിലും വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു പാട്ട് വളരെ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ശൈഖിനെ പറ്റിയിട്ട. ആരാ? അല്ലാഹ്. സംശയം വേണ്ട, ആ ശൈഖ് തന്നെയാണ് എന്ത്, അള്ളയാണ് എന്നതിൽ സംശയം വേണ്ട. ഓക്കെയാണ് ആളുകൾ പറയുന്ന ഒരു അവസ്ഥ അത്രക്കും ഗൗരവപ്പെട്ട കാര്യമാണ്. അത് പറയാൻ മടിയില്ലാത്ത ആളുകൾ, പല വിമർശനങ്ങളും അതിന് വന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ ബിദ്അത്ത് നാട്ടിൽ അതിങ്ങനെ പല രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മതം എന്ന് പറയുന്നത് നമ്മുടെ ദീനിൽ അതൊരു മതമായി നമ്മൾ അംഗീകരിക്കണമെങ്കിൽ അത് അള്ളാഹുവും അവന്റെ റസൂലും നമുക്ക് അനുവദിച്ചു തന്ന അവിടെ കൽപ്പനയുള്ളതേ മതമാവുകയുള്ളൂ. ആ രൂപത്തിൽ ശിർക്കിൽ നിന്ന് മുക്തമായി, ബിദ്അത്തിൽ നിന്ന് മുക്തമായി ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുവാനാണ് ഈ പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതേപോലെ മതകാര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. മതമനുസരിച്ച് ജീവിക്കാൻ ഒരു ചുറ്റുപാടുണ്ടാക്കി തരാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. ഇപ്പൊ നോക്കും, ചിലപ്പോഴൊക്കെ ചില ആളുകൾക്ക് കൃത്യമായി ആരാധനകളൊക്കെ നിർവഹിച്ചിരുന്ന, എല്ലാ അമലു സാലിഹാത്തിനും മുൻപന്തിയിൽ ഉണ്ടായിരുന്ന പലർക്കും ഒരു ജോലി കിട്ടിയതോടുകൂടി പെട്ടെന്ന് അതിനാണ് മാറും. പിന്നെ അതിന് പിന്നാക്കം പോണ എത്ര അനുഭവം ഉണ്ട് നമ്മുടെ മുമ്പിൽ. അയാളുടെ ജോലി, അയാളുടെ ബിസിനസ് ഒന്നുകൂടി വർദ്ധിച്ചതാണ് കാരണം. അതുകൊണ്ട് എത്ര പ്രയാസം ഉണ്ടെങ്കിലും, എത്ര അവസ്ഥ ഉണ്ടെങ്കിലും അള്ളാഹിനോട് ഈ പ്രാർത്ഥന, അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി, ഇത് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ നിലപാട് സ്വീകരിക്കാൻ റഹ്മാനിന്റെ തൗഫീഖ് ഉണ്ടാവണം. അത് നമ്മൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്, ആ പ്രാർത്ഥനയിൽ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത് വ അസ്ലിഹ് ലീ ദുനിയാ അല്ലതി ഫീഹാ മആശി, അല്ലാഹുവിനോട് ചോദിക്കാണ്, പടച്ചോനെ അല്ലാഹ് അസ്ലിഹ് ലീ, എന്റെ ദുനിയാവ് ഇജ്ജ് നന്നാക്കി തരണം. കാരണം ഇവിടെയാണ് എന്റെ ഉപജീവനം, എന്റെ ജീവിതം എവിടെയാണ് എന്ന് പറഞ്ഞ
നമ്മളൊക്കെ അധിക ആളുകളും ജീവിക്കുന്നത് എന്തിനെന്നെ? ഈ ദുനിയാവ് ഇഹലോകത്തിന്റെ നന്മക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മുടെ വീടിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ സമ്പത്ത് സൗകര്യങ്ങൾ, ഇങ്ങനെ കുറെ നമ്മൾ അന്വേഷിക്കുന്നു, നമ്മൾ ത്യാഗം ചെയ്യുന്നു എന്ന് പറഞ്ഞ ഇത് മറന്നുകൊണ്ട് ജീവിക്കേണ്ടവനല്ല ഒരു വിശ്വാസി. ഒരു വിശ്വാസിക്ക് എന്നും കഷ്ടപ്പാട്, ദുരിതം, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകൾ അങ്ങനെയല്ല. അള്ളാഹിനോട് പറയണം, പടച്ചോനെ എനിക്ക് ഇവിടെ പ്രയാസങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു അവസ്ഥ ഈ ദുനിയാവിലും തരണം. അതാണ് റസൂലുള്ള നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്. എന്തൊക്കെയാണ് ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയാ? ഒന്ന്, ഹലാലായ ഒരു രൂപ പോലും ഹറാമ് കൂടിക്കലരാത്ത സമ്പാദ്യം കിട്ടാൻ. നമ്മളിങ്ങനെ ജോലി ചെയ്യല്ലേ, ഹറാമിന്റെ ഒരു രൂപ പോലും ഇല്ലാത്ത നല്ല ഹലാലായ സമ്പാദ്യം ഉണ്ടാവുക. അള്ളാഹിനോട് ചോദിക്കണതാണ്. നമ്മൾ പറയുന്നത് ചെറിയൊരു വാക്ക. പടച്ചോനെ ദുനിയാവ് നന്നാക്കി തരണം, ഇവിടെ ഏട്ടോ ഞാൻ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഇന്റെ സമ്പാദിച്ച് നന്നാക്കി തരണം. നമ്മളൊക്കെ കുടുംബമായി ജീവിക്കുക, നമുക്കനുസരിച്ചുള്ള നല്ലൊരു ഇണയെ പടച്ചോനെ തരണം, ഉള്ള ഇണയിൽ എനിക്ക് ആനന്ദം തരണം. അള്ളാഹിനോട് പറയാ അല്ലെ, അദ്ദുന്യാ മതാഉൻ വഖൈറു മതാഇദ് ദുനിയാ അൽ മർഅതു സാലിഹ. ദുനിയാവ് മൊത്തം വിഭവ, അതിൽ ഏറ്റവും നല്ല വിഭവം നല്ല ഭാര്യയാണ്. അപ്പൊ അങ്ങനത്തെ ഒന്ന് നമുക്ക് അള്ളാഹിനോട് റബ്ബ് നമുക്ക് നമ്മുടെ ഇണകളെ ആ രൂപത്തിലേക്ക് മാറ്റിത്തരും. ഓക്കെ, ഒരു പ്രവർത്തകൻ എന്ത് മീറ്റിംഗ് കൂടിയാലും രാത്രി ഒരുപാട് വൈകിയാലും ആ സുഹൃത്ത് രാത്രി വൈകി വീട്ടിലേക്ക് പോകും. ആ സുഹൃത്ത് ഇങ്ങനെ പറയാണ്, എന്നെ കാത്തിരിക്കുന്ന എന്റെ ഒരു ഇണയുണ്ട്. എന്നിട്ട് എന്താ അങ്ങനെ നമുക്കൊക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം തന്നു. ഒരു ദിവസം കുടുംബത്തിൽ ഒരു കല്യാണമുണ്ട്. ഈ തിരക്കിനിടയിൽ ഭാര്യയോട് പറഞ്ഞു, ഒരു മീറ്റിംഗ് 10:30 മീറ്റിംഗ് കൂടും, 12:30 അവസാനിക്കും, 1 മണിക്ക് വീട്ടിലെത്തും. അപ്പോഴേക്കും നീ എന്ത് ചെയ്യണം? നീ പോവാൻ തയ്യാറായി, കാത്തിരിക്കാൻ സമയം ഉണ്ടാവൂല, തയ്യാറായി ഇരിക്കണം. അങ്ങനെ ആ ഭാര്യ പറഞ്ഞ പോലൊക്കെ ചെയ്തു. പക്ഷേ ഈ സുഹൃത്ത് തന്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞതൊക്കെ മറന്നുപോയി. മറ്റുള്ളവരുടെ കൂടെ അദ്ദേഹം ആ കല്യാണത്തിന് പങ്കെടുത്തു. കല്യാണം കഴിഞ്ഞ് 4 മണി സമയത്താ പിന്നെ ഓർമ്മ വന്നത്, വീട്ടിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ആ ഭാര്യ 1 മണിക്ക് മാറ്റി നിന്നു, 2 മണി വരെ കാത്തു. അദ്ദേഹം വരാത്തത് കണ്ടപ്പോ ആ ഡ്രസ്സൊക്കെ മാറ്റി പഴയ മാക്സിയും കാര്യങ്ങളൊക്കെ ഇട്ട് അവരവരുടെ ജീവിതത്തിലേക്ക് പോയി. ആ സുഹൃത്ത് കണ്ണിൽ വെള്ളം നിറച്ചിട്ട് പറഞ്ഞത്, എന്റെ ഭാര്യ എന്നോട് ചോദിക്കൂല, എന്തേ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് വരാതിരുന്നു, എന്തേ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് വരാതിരുന്നു എന്ന് എന്റെ ഭാര്യ എന്നോട് ചോദിക്കൂല. അങ്ങനെയാണ് എന്റെ ഭാര്യ എന്ന് പറഞ്ഞു. നോക്കിയും അതൊരു നോക്കിയും ഇതാണ് നമ്മുടെ ഈ പ്രാർത്ഥനയാണ്. പടച്ചോനെ ദുനിയാവിൽ അങ്ങനത്തെ ഒരു ഇണ, കൺകുളിർമയുള്ള മക്കളെ കിട്ടുക, അതാണ് ഈ പ്രാർത്ഥന. പടച്ചവനെ ദുനിയാവ് നീ എനിക്ക് നന്നാക്കി തരണം. ഇവിടെ ഞാൻ ജീവിക്കുന്നത് മക്കളെ കൊണ്ട് കൺകുളിർമ കിട്ടുക. കരിങ്കല്ലത്താണിയിൽ നിന്ന് വെട്ടത്തൂർക്ക് ഇങ്ങനെ പോരുന്ന സമയത്ത് ഒരു പള്ളി, പുതിയ ഒരു ഖബർ, വെള്ളിയാഴ്ച ദിവസം ഒരു 11 മണിക്ക് ഒരു ചെറുപ്പക്കാരൻ, 10-15 വയസ്സ് താഴെയുള്ള ഒരു കുട്ടി ആ പുതിയ ഖബറിന്റെ അടുക്ക പോയി ശക്തമായ വെയിലത്ത് നിന്ന് ആ ഖബറിന്റെ അരികെ നിന്ന് കയ്യുയർത്തി പ്രാർത്ഥിക്കുന്നു. ഇടയ്ക്കിങ്ങനെ കരഞ്ഞ് കണ്ണീര് തുടക്കുന്നു. വല്ലാത്ത കൺകുളിർമയുള്ള ഒരു രംഗമായിരുന്നു. കുറച്ചു നേരം കാത്തിരുന്നു, കണ്ടിരുന്നു. ഇങ്ങനത്തെ മക്കൾ ഉണ്ടാവണേ എന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു. കൺകുളിർമയാണ് പ്രിയപ്പെട്ടവരെ, കൺകുളിർമ. ഇതാ പറയുന്നത്. ഇങ്ങനെ നമ്മുടെ വീട്, നമ്മുടെ വാഹനം, നമ്മുടെ മറ്റ് ഭൗതിക സൗകര്യങ്ങൾ, ഇതൊക്കെ പടച്ചവനെ നന്നാക്കി തരണം. ഇതാണ് ഈ പ്രാർത്ഥനയുടെ ആശയം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. ഈ ദുനിയാവിൽ എല്ലാവരും വ്യത്യസ്ത, വൈവിധ്യമാണ്. എല്ലാവർക്കും ഒരേപോലെ അല്ല, വ്യത്യസ്തമാണ്.
നമുക്കെന്ത് കിട്ടി, ആ കിട്ടിയതിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ നല്ലൊരു മനസ്സുണ്ടായി തരിക. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഖദ് അഫ്ലഹ മൻ അസ്ലമ, വിശ്വസിച്ച ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ വിജയിച്ചു. എന്താ? വറുസിക കഫാഫൻ, അള്ളാഹു അവന് കൊടുത്തതിൽ, അവന് കൊടുത്ത ജീവിത വിഭവങ്ങളിൽ അവൻ സംതൃപ്തനായി. അവൻ അള്ളാഹു ആ രൂപത്തിൽ, മതിയായ രൂപത്തിൽ അവന് നൽകുകയും അള്ളാഹു അവന് നൽകിയതിൽ അവൻ സംതൃപ്തി അടയുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അവൻ വിജയിച്ചു എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഒരു രൂപത്തിൽ അതാണ് ഈ പ്രാർത്ഥനയുടെ ആശയം. രണ്ടാമത് അതാണ് റസൂൽ പ്രാർത്ഥിച്ചത്. മൂന്നാമത് ഈ പ്രാർത്ഥനയുടെ അടുത്ത ഭാഗം, വഅസ്ലിഹ് ലീ ആഖിറതി അല്ലതി ഫീഹാ മആദി, അല്ലാഹുവേ അസ്ലിഹ് ലീ ആഖിറതി, എന്റെ പരലോകവും നീ നന്നാക്കി തരണമേ. കാരണം അല്ലതി ഫീഹാ മആദി, ഞാൻ അവിടേക്കാണ് എന്റെ മടക്കം, എന്റെ പരലോകത്തേക്കാണ് ഞാൻ ഈ മടങ്ങിപ്പോണത്, എന്റെ യഥാർത്ഥ ജീവിതം അവിടെയാണ്, അതും നീ നന്നാക്കി തരണം. എപ്പോഴാ പ്രിയപ്പെട്ടവരെ നമ്മുടെ പരലോക ജീവിതം ആരംഭിക്കുക? മരണത്തോടു കൂടിയ. എപ്പോഴാ ആ ജീവിതം ആരംഭിക്കുക എന്ന് നമുക്കാർക്കും തന്നെ അറിയാൻ കഴിയില്ല, അല്ലേ? എന്തെല്ലാം പരീക്ഷണ ഘട്ടങ്ങൾ ഈ ദുനിയാവിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അവിടൊക്കെ ഈ ദുനിയാവിലാകുമ്പോ നമ്മുടെ കൂടെ നിൽക്കാൻ പലരും ഉണ്ടാകും, നമ്മളെ സഹായിക്കാൻ പലരും ഉണ്ടാകും, നമ്മുടെ യാത്രയിൽ നമ്മുടെ കൂടെ ആളുകൾ ഉണ്ടാകും. ഇപ്പൊ നോക്കി, നമ്മള് എല്ലാ ആഴ്ചയിലും ഇപ്പൊ 2-3 ആഴ്ചയായിട്ട് വയനാടിന്റെ വിഷയം പറയാറുണ്ട്. ആ ആളുകൾക്ക് അവർക്ക് വീടുണ്ടാക്കുന്ന വിഷയത്തിൽ, അവർക്ക് പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന വിഷയത്തിൽ, അവരുടെ ചികിത്സ, അവരുടെ ജോലി, സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, നമ്മുടെ ഭരണാധികാരികൾ എല്ലാവരും ഏറ്റെടുത്തുക. എത്രയോ ആളുകളുണ്ട്. പക്ഷേ ആലോചിക്കേണ്ടത്, കണ്ണു ചിമ്പി മരണത്തോട് നമ്മുടെ ആ പരലോകത്തുള്ള യാത്ര തുടങ്ങിയാൽ ആരുമില്ല. ഇവിടെ എല്ലാരും ഉണ്ട്. ഒരാൾ ഒരു കിഡ്നി കൊടുക്കാൻ വരെ, അല്ലേ? എത്ര ആളുകളുണ്ട് സ്വന്തം കിഡ്നി കൊടുക്കാൻ, തന്റെ കൂടപ്പിറപ്പിന് കിഡ്നി കൊടുക്കാൻ തയ്യാറാവുക. എന്തൊക്കെ വേണോ ഒക്കെ കൊടുക്കാൻ തയ്യാറാവുക ജീവൻ ലഭിക്കാൻ. പക്ഷെ ഏതുവരെ പറ്റുള്ളൂ? മരണം വരെ. മരണത്തോടുകൂടി പിന്നുള്ള യാത്ര ഒറ്റക്ക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഖബറിൽ ചെന്നാൽ അവിടെയും അതിനുശേഷമൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, ഇന്നമൽ ഖബ്റു റൗളത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫ്റത്തും മിൻ ഹുഫരിൻ നാർ. നമ്മുടെ ഖബർ സ്വർഗത്തിലെ ഒരു പൂന്തോട്ടമാവണോ, അതല്ല ഒരു നരകത്തിലെ ഒരു തീക്കുണ്ടാരമാവണോ? നമുക്ക് തീരുമാനിക്കാം, ഈ ദുനിയാവിൽ തീരുമാനിക്കാം. ഈ പ്രാർത്ഥന അത്രക്ക് ഗൗരവം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതും പ്രവാചകൻ പ്രാർത്ഥിക്കുന്നതും. അങ്ങനെ ഖബർ കഴിഞ്ഞാൽ നമ്മുടെ വിചാരണയുണ്ട് പ്രിയപ്പെട്ടവരെ, മഹ്ശറയുണ്ട്. അവിടെ ആരും നോക്കല്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ഓടാ വാപ്പയിൽ നിന്ന്, ഉമ്മയിൽ നിന്ന്, ഇണയിൽ നിന്ന്, മക്കളിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്. ആരും നോക്കാൻ സമയമല്ല. ഒക്കെ അവരവർക്ക് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ നമ്മുടെ ഗ്രന്ഥം നമ്മുടെ കയ്യിൽ തരും. വലത്തെ കൈ വാങ്ങാൻ പറ്റുമോ? നന്മ തിന്മകൾ തൂക്കിക്കണക്കാക്കും. നന്മയുടെ തുലാസ് കനം തൂങ്ങുക. അങ്ങനെ അതിനുശേഷം നമുക്ക് സിറാത്ത് എന്ന പാലം, അതിലൂടെ രക്ഷപ്പെട്ട് സ്വർഗത്തിൽ എത്തിപ്പെടാൻ കഴിയോ? ആ സ്വർഗത്തിലെത്തിയാൽ അല്ലാഹുവിന്റെ റസൂല് കോരിക്കൊടുക്കുന്ന ഹൗദുൽ കൗസർ കുടിച്ച് ആ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ, സഹാബത്തിന്റെ കൂടെ, പ്രവാചകന്മാരുടെ കൂടെ ജീവിക്കാൻ കഴിയോ? സൗഭാഗ്യം കിട്ടുമോ? കിട്ടണമെന്ന പടച്ചോനെ അത് നന്നാക്കി തരണമെന്ന ഈ പ്രാർത്ഥനയുടെ ആശയം. പടച്ചോനെ നീ നന്നാക്കി തരണമെന്ന, അല്ലേ? അവിടുത്തെ വിചാരണ, അവസാന റബ്ബിന്റെ വിചാരണക്കെ എളുപ്പാക്കി തരാൻ അല്ലാഹുമ്മ ഹസിബിനി ഹിസാബ യസീറ എന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? ഇതാണ് നാലാമത്. 13-ാമതായിട്ട്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥനയിൽ നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്. നാലാമത്തേത് വജ്അലിൽ ഹയാത സിയാദതൻ ലീ മിൻ കുല്ലി ഖൈർ. അല്ലാഹുവേ വജ്അലിൽ ഹയാത, ഈ ഇഹലോക ജീവിതത്തെ നീ ആക്കണേ, സിയാദതൻ ലീ, എനിക്ക് വർധനവ്, മിൻ കുല്ലി ഖൈർ, എല്ലാ നന്മകളും. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഈ ലോകത്ത് ഇങ്ങനെ ജീവിക്കുക. മനുഷ്യന്മാർക്ക് രണ്ട് രൂപത്തിൽ ജീവിക്കാം. ഒന്ന് നരകാവകാശിയായിട്ട്, എന്ന് പറഞ്ഞാൽ തിന്മകൾ ചെയ്തിട്ട് തോന്നിയ മാതിരി ജീവിക്കാം. ഹലാലും ഒന്നും നോക്കണ്ട, തോന്നിയ ഇഷ്ടം പോലെ ജീവിക്കാം. രണ്ടാമത്തേത് സ്വർഗാവകാശിയായിട്ട് നന്മകൾ ധാരാളം ചെയ്ത് സ്വർഗത്തിന്റെ ആളായിട്ട് ജീവിക്കാം. ഏത് വേണം? അതുകൊണ്ട് തന്നെ വിശ്വാസി പ്രാർത്ഥനയിലൂടെ അള്ളാഹിനോട് ചോദിക്കുന്നത്, നാഥാ, നേരം വെളുത്തി എന്റെ വിരിപ്പിൽ നിന്ന് എണീറ്റ് രാത്രി എന്റെ വിരിപ്പിലേക്ക് വരുമ്പോഴേക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് അമലു സാലിഹാത്തുകൾ ചെയ്തുകൊണ്ട് നല്ല ഒരു ശേഖരവുമായിട്ട്, നല്ല ഒരു സമ്പാദ്യവുമായിട്ട് ഓരോ ദിവസവും എനിക്ക് നീ ധന്യമാക്കണമേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ഈ ലോകത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രാർത്ഥനയിൽ നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവര്, ചിലർക്ക് നോക്കി ഇതൊരു തൗഫീഖാണ്, അള്ളാന്റെ തൗഫീഖ് തന്നെയാണ്. നല്ല അറിവുണ്ടാവും ചില ആൾക്കാർക്ക്, കൃത്യമായ കാര്യങ്ങളെ കുറിച്ച്, ഓരോന്നിനെ കുറിച്ചും ആ നന്മയെ കുറിച്ചുള്ള അറിവുണ്ടാകും. ഇന്നതൊക്കെ ചെയ്യണം, ഇന്നതൊക്കെ ചെയ്യാൻ പാടില്ല, അതിന്റെ പ്രാധാന്യമൊക്കെ അറിയും. പക്ഷെ ഓർമ്മ കിട്ടൂല, ഓർമ്മ വരൂല. ഇപ്പൊ നോക്കി, ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ല ചൊല്ലണം, ഭക്ഷണം കഴിഞ്ഞ അൽഹംദുലില്ലാ ചൊല്ലണം. ആർക്കാ അറിയാത്തത്? പക്ഷെ എത്ര ആൾക്കാർക്ക് ഓർമ്മയുണ്ട്, എത്ര ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ആ ഓർമ്മ വരിക, സമയത്ത് ഓർമ്മ വരിക എന്നുള്ളത് അതൊരു തൗഫീഖാണ്. നോക്കി, ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ പള്ളിയിലേക്ക് നമ്മൾ ഇങ്ങനെ കേറി വന്നപ്പോ ആദ്യം വലത്തെ കാലെടുത്ത് വെച്ച്, അല്ലേ, അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്, അതൊന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ നെഞ്ചത്ത് കൈവച്ച് നമ്മളോട് ഇന്ന് ആർക്കൊക്കെ അതിന് തൗഫീഖ് കിട്ടി? ആർക്കൊക്കെ അതിന് തൗഫീഖ് കിട്ടി? ഓരോ സന്ദർഭത്തിലും ചെയ്യേണ്ടതൊക്കെ ഓർമ്മ വരിക എന്നുള്ളത് അള്ളാഹിന് തൗഫീഖ് കിട്ടണം. അതാണ് അള്ളാഹിനോട് നമ്മൾ ചോദിക്കുന്നത്. വജ്അലിൽ ഹയാത സിയാദതൻ ലീ മിൻ കുല്ലി ശർ മിൻ കുല്ലി ഖൈർ, എല്ലാ നന്മകളും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ നീ ആക്കണേ, ഓർമ്മ തരണേ. നീ ചില ആളുകൾക്ക് ഓർമ്മയൊക്കെ ഉണ്ടാവും, പക്ഷെ എന്താ, മനസ്സ് ഇങ്ങോട്ട് തോന്നൂല, മനസ്സ് വരൂല. അവസരമൊക്കെ ഉണ്ടാകും, ഇല്ലേ? ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യമൊക്കെ നമുക്കറിയില്ലേ? ഇപ്പൊ സുബൈ ജമാഅത്ത് നമ്മൾ ഇടക്കിടക്ക് പറയുന്നതാ. രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചതിന്റെ കൂലിയാണ് എനിക്ക് കിട്ടാൻ പോണത്. സുബൈ ജമാഅത്തിൽ പങ്കെടുത്ത, ഇശാ ജമാഅത്തിൽ പങ്കെടുത്ത രാത്രി പകുതി നിന്ന് നിസ്കരിച്ചതിന്റെ കൂലിയ. അറിയാത്ത പോലെ അല്ലല്ലോ. പക്ഷേ ആ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുമ്പോ അതൊന്ന് പുതപ്പ് മാറ്റി ഒന്നും എടുത്ത് പള്ളിക്ക് വരാൻ കൂലിയൊക്കെ അറിയും. മനസ്സ് കിട്ട് വരണ്ടേ, മനസ്സ് തോന്നണം. അതിനാണ് ഈ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, 4 കാര്യമാണ് അള്ളാഹുവിന്റെ റസൂൽ ഈ പ്രാർത്ഥനയിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പരമാവധി മുത്തഖിയായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ. സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി അവരെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സൗഭാഗ്യമുണ്ടാവാൻ, ആ ഒരു പ്രാർത്ഥനയിൽ പറഞ്ഞ 4 കാര്യമാണ് നിങ്ങൾ ശ്രദ്ധയിൽ ഇതുവരെ പെടുത്തിയത്. 5-മതായി അള്ളാഹുവിന്റെ റസൂല് പറയാണ്, വജ്അലിൽ മൗത റാഹത്തൻ ലീ മിൻ കുല്ലി ശർ, പടച്ചവനെ എന്റെ മരണത്തെ നീ ആക്കേണമേ, എല്ലാ തിന്മകളിൽ നിന്നുള്ള ഒരു ആശ്വാസം. മരിക്കുമ്പോൾ ഒരു ആശ്വാസത്തോടു കൂടി മരിക്കാൻ കഴിയാ. ഓക്കെ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജനാസ ഇങ്ങനെ പ്രവാചകന്റെ അടുത്തുകൂടി ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ റസൂല് പറയണേ, ആ മനുഷ്യൻ ഒന്നുകിൽ മുസ്തരീഹുൻ അല്ലെങ്കിൽ മുസ്തറാഹും മിൻ. അപ്പൊ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, എന്താ റസൂലെ ഈ മുസ്തരീഹും മുസ്തറാഹും? ഒന്ന് ഇങ്ങോട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകിച്ച് വിശദീകരിച്ചു തരുന്നുണ്ട്. ഒന്ന്, അയാൾ റാഹത്തിലാണ്, ആശ്വാസമാണ്. രണ്ടാമത്തേത്, അയാളിൽ നിന്ന് മറ്റാളുകൾ, നാട്ടുകാർ പിന്നെ ആശ്വാസം കൊണ്ടവരാണെന്നാണ്. മുഖ്യം റസൂൽ അത് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അൽ അബ്ദുൽ മുഅ്മിൻ, സത്യവിശ്വാസിയായ ഒരു അടിമ, യസ്തരീഹു, അവന് മരണത്തോടുകൂടി അവന് റാഹത്താകുന്നു. മിൻ നസബി ദുനിയാ വ അദാഹ ഇലാ റഹ്മത്തില്ലാ, ദുനിയാവിലെ സകലമാന വേദനകളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും അവന് ആശ്വാസം കിട്ടുക. മുഖ്യം ക്യാൻസർ പോലത്തെ രോഗങ്ങൾ ബാധിച്ച് പ്രയാസം അനുഭവിച്ച് കഷ്ടപ്പെട്ട് അള്ളാഹു അവനെങ്ങനെ മരിപ്പിക്കുമ്പോ ഇനി അവന് വേദനല്ല, ഇനി അവന് പ്രയാസങ്ങളില്ലാത്ത അള്ളാഹുലേക്ക് അവനിങ്ങനെ ആശ്വാസത്തോടു കൂടി പോവുക. ഇതാണ് അതാണ് മുസ്തരി. ഇനി അടുത്തത് പറയുന്നത് അതേപോലെ തന്നെ യസ്തരീഹു മിൻഹു വൽ അബ്ദുൽ ഫാജിർ. ഇനി തമ്മാടിയായ ഒരു മനുഷ്യൻ, യസ്തരീഹു മിൻഹു, അവരിൽ നിന്നും ആശ്വാസം കിട്ടുന്നു. അൽ ഇബാദ്, അടിമകൾക്ക്, ഓന്റെ പിതാവിന്, മാതാവിന്, കുടുംബത്തിന്, നാട്ടുകാർക്ക്, എല്ലാവർക്കും. വൽ ബിലാദ്, നാടിന് ഓനെ കൊണ്ട് ഓൻ കാരണം കുറെ പ്രശ്നങ്ങളുണ്ട്, ഓന്റെ മരണത്തോടു കൂടി നാട് ആശ്വാസം കൊള്ളുക. മരങ്ങള്, മറ്റു നോക്കി വല്ലാത്തൊരു കാര്യം അള്ളാഹു റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏതിൽ ഉൾപ്പെടണം നമുക്ക് തീരുമാനിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ മലക്കുൽ മൗത്ത് നമ്മുടെ അടുക്കൽ വന്ന് നമ്മളെ വിളിക്കുമ്പോ സൂറത്ത് ഫജ്റിന്റെ അവസാനം പറഞ്ഞില്ലേ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവേ, നീ നിന്റെ റബ്ബിങ്കിലേക്ക് തിരിച്ചു പോന്നോ? നീ സ്വയം മനസ്സമാധാനം അടഞ്ഞുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരുടെ തൃപ്തിയും നിനക്ക് ലഭിച്ചിട്ട് പോന്നോ? എന്നിട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചോ, എന്റെ അടിമകളിൽ നല്ലവരിൽ പ്രവേശിച്ചോ? ആ ഒരു വാക്ക് കിട്ടിയിട്ട് നമുക്ക് മരിക്കാൻ കഴിയണം. അതാണ് ഈ പ്രാർത്ഥനയുടെ ആശയം. 5 കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. ഒന്ന്, അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി. പടച്ചവനെ, എന്റെ ദീനിനെ നീ നന്നാക്കി തരണം, അതാണ് എന്റെ എല്ലാ കവചവും. രണ്ടാമത് പറഞ്ഞു, പടച്ചവൻ എന്റെ ദുനിയാവിൽ നിന്ന് നന്നാക്കി തരണം, ഇവിടെയാണ് ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മൂന്നാമത് പറഞ്ഞു, എന്റെ പരലോകം നീ നന്നാക്കി തരണം, അവിടേക്കാണ് ഞാൻ മടങ്ങി വരുന്നത്. നാലാമത് പറഞ്ഞു, പടച്ചവനെ, ഈ ദുനിയാവ് എല്ലാ നന്മകളും വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമാക്കി നീ തരണമേ. അഞ്ചാമതായി അവസാനമായി പറഞ്ഞത്, എന്റെ മരണം അത് ആശ്വാസമുള്ള ഒരു മരണമാക്കി അള്ളാഹുവേ നീ ആക്കി തരണേ എന്നുള്ളതാ. മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ഈ പ്രാർത്ഥന ദിവസവും നമുക്ക് ഉരുവിടാൻ സാധിക്കണം. അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കണം. അള്ളാഹു നമ്മെ ഏവരെയും ആ രൂപത്തിൽ ജീവിച്ച് ഈ ലോകത്ത് നിന്ന് കണ്ണടക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം നൽകുമാറാവട്ടെ. നമുക്കറിയാം, ഈ ആഴ്ചയിൽ നമ്മുടെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മുടെ മുണ്ടഞ്ചേരി ഫാത്തിമ താത്ത അവർ മരണപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മുമ്പ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് നമ്മുടെ മുഅദ്ദിന്റെ മാതാവിനെയും നമ്മൾ അടക്കം ചെയ്തിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് 2 പേർക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം നൽകുമാറാവട്ടെ. അവരുടെ ബർസഖ് ജീവിതം അള്ളാഹു ഏറ്റവും സന്തോഷത്തിലും സുഖത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. അതേപോലെ നമ്മൾ ഇന്ന് മരണപ്പെട്ട നമ്മുടെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ഖബർ ജീവിതം അള്ളാഹു ഏറ്റവും ധന്യമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ആശ്വാസം നൽകുമാറാവട്ടെ, ദീർഘായുസ് നൽകുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഷ്ടകാലം എത്രയാണോ
നമുക്ക് ജീവിതമെങ്കിൽ ആ ജീവിതം പരമാവധി ഈമാനോടുകൂടി അള്ളാഹുവിന് വേണ്ട ഒരുപാട് അമലു സാലിഹാത്തുകളൊക്കെ ചെയ്ത് നേരത്തെ പറഞ്ഞ ഈ പ്രാർത്ഥനകളൊക്കെ ശരിക്കും അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലും കൺകുളിർമ അള്ളാഹു നമുക്ക് ഈ ലോകത്തും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.